അനുഗ്രഹ സിനി ആർട്സ് അവതരിപ്പിക്കുന്ന കിന്നരി പുഴയോരം എന്ന ചിത്രം സംവിധാനം നിർവഹിച്ചത് ഹരിദാസ് ആണ്. വീട് ആശുപത്രിയാക്കിയ പ്രശസ്തനായ നാട്ടുവൈദ്യനാണ് മാധവൻ വൈദ്യർ. ഭാര്യ ലക്ഷ്മിയും മകൻ കുഞ്ഞികൃഷ്ണനും ആണ് സഹായികൾ. ഇളയ മകൻ ഉണ്ണികൃഷ്ണൻ MBBSന് പഠിക്കുന്നു. അളിയൻ ശിവരാമൻ ഏകമകൾ ഇന്ദുവിനെ ഉണ്ണികൃഷ്ണനെ കൊണ്ട് കെട്ടിക്കാൻ ധൃതി പിടിച്ച് നടക്കുന്നു. അടുക്കളയിൽ ചായ തിളച്ചു തൂങ്ങിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ. അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന്. കുഞ്ഞേഷാടാ, നല്ല ആളെയാ നീ ഏൽപ്പിച്ചിട്ട് പോയേ. എവിടെയാ വിദ്യാസുരൻ? ഞാനിവിടെ ഉണ്ടച്ചാ. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഈ കഷായം തിളച്ചു തോന്നുമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നോ? കാർക്കോടക അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി, കഷായവും കുഴമ്പും ലേഹ്യവും ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന്. അത് നിനക്ക് വിവരമല്ലാഞ്ഞിട്ട് പറഞ്ഞല്ലേ കുഞ്ഞേഷ? എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെ, അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക? പിന്നെ എങ്ങനെ ഉരുട്ടുക? ഇത് കണ്ടോ ലക്ഷ്മിക്കുട്ടിയെ, ഇതെങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കും? കുഞ്ഞികൃഷ്ണന്റെ കല്യാണം ഭ്രാന്തൻ കുമാരന്റെ പെങ്ങളുമായി നടത്താൻ അച്ഛനും അമ്മാവനും ചേർന്ന് തീരുമാനിക്കുന്നു. ദിവസത്തിൽ 5 ലിറ്റർ പാല് കറക്കുന്ന സിന്ധി പശു 1. കുഞ്ഞീഷ്ണനെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വിവരമാ ഞാനീ പറഞ്ഞത്. അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളമല്ലേ? പെണ്ണ് എവിടുന്ന ആങ്ങളെ? ഇവിടെ അടുത്തൊന്നുമല്ലേ പെങ്ങളെ? അടുത്തെന്ന് വെച്ചാ നമുക്കൊക്കെ അറിയാവുന്നിടത്തും തന്നെ. അതേതാ അങ്ങനെ ഒരു പെണ്ണ്? നമ്മുടെ അംശക്കച്ചേരിലെ വടക്കേലെ വീടിന്റെ കിഴക്കാപ്പുറത്ത്, അതായത് നമ്മളെ മൂത്തേടത്തെ വീടിന്റെ അതിലുള്ള നമ്പിയാരുടെ മോളായിരിക്കും. അതിന് വരെ പോകണ്ട, മൂത്തേടത്ത് തന്നെ. മൂത്തേടത്തെ കുമാരന്റെ മകള്. ഭ്രാന്തൻ കുമാരന്റെയോ? അതിലിപ്പോ കുമാരനൊരു കുഴപ്പമില്ലെന്നേ. അവസാനം എന്റെ മോൻ ആങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്നത് ഒരു പ്രാന്തന്റെ പെങ്ങളെ അല്ലേ? ഈ ഇരിക്കുന്ന എന്റെ അളിയൻ സർവ്വരോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ. പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക്. ഈ വസൂരിയും കോളറയും ഒക്കെ പോലെ ഭ്രാന്തൊരു പകർച്ചവ്യാധി അല്ലെന്ന്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? വേണം. ഈ ഒരു കുറവൊഴിച്ച മുത്തേളത്തെ നിലപാടിന് വേറെന്താ ഒരു കുഴപ്പം? പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷൻ ഭ്രാന്തകുമാറിനെ കെട്ടിപ്പിടിച്ചോണ്ടാണോ കിടക്കാൻ പോണേ? എന്നാലും ഇല്ല. ഇതങ്ങോട്ട് ഉറപ്പിക്കുക, ബാക്കി ഞാൻ നോക്കിയോളാം. കുഞ്ഞുവിഷൻ ആരെങ്കിലും ഒന്ന് കെട്ടിയാ മതി എന്നേ ഉള്ളൂ. കല്യാണം എന്ന് കേട്ടപ്പോ തന്നെ അവരാളൊന്ന് ഇളകിയിരിക്കുക. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പിന്നെ എന്താ? കുഞ്ഞികൃഷ്ണൻ ചികിത്സിച്ച രോഗി മരിച്ചു എന്ന് കേട്ട് നാട് വിടുന്നു. ഒന്ന് കിടക്കണുണ്ടോ? കിടക്കേ, അവനെ വെട്ടിക്കൊല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അങ്ങാടി മരുന്നിന്റെ പേര് പോലും അറിയാൻ വയ്യാത്തവനാ ചികിത്സിക്ക. ഇനി വരട്ടെ, എന്റെ മകനാണെന്ന് നോക്കില്ല. വെട്ടി അരിഞ്ഞ് കഷ്ണമാക്കും ഞാൻ. നിങ്ങളൊന്ന് സമാധാനായിട്ടിരിക്കൂ. എങ്ങനാ സമാധാനിക്ക? കൊലക്കേസല്ലേ നിന്റെ മോൻ ചെയ്തു വെച്ചേക്കണേ? ഒരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ? അങ്ങനെ പറഞ്ഞാ പോലീസും കോടതിയും വെറുതെ വിടുമെന്നാ നിന്റെ വിചാരം? അത് പോട്ടെ, അവൻ ചികിത്സിച്ച് കൊന്ന് ആരെയാ? 10-17 കൊലക്കേസിലെ പ്രതി മണിമല മാത്തച്ഛന്റെ തന്തയാ. മാത്തച്ഛന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ, കഴിവട മോനെ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും. കണ്ടവന്റെ കൈ കൊണ്ട് ചാകുന്നതിലും ഭേദം ഞാൻ തന്നെ അങ്ങ് അവസാനിപ്പിക്ക. ഇനി വരട്ടെ. പഠിത്തം കഴിഞ്ഞ് നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ ക്ലിനിക്ക് തുടങ്ങുന്നു. നന്നായി വരട്ടെ. നാടുവിട്ട കുഞ്ഞികൃഷ്ണൻ മരിച്ചു എന്നറിഞ്ഞ് ഇന്ദുലേഖയുടെ കല്യാണം മാറ്റിവെക്കുന്നു. ശിവശങ്കരൻ നായർ, അതെ. നിങ്ങളൊന്ന് വരൂ. ആരെങ്കിലും തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്ക് ഇട്ടതാണോ അതോ സ്വയം ചാടി മരിച്ചതാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ. ഏതായാലും നിങ്ങളുടെ മരുമകനെന്ന് പറയപ്പെടുന്ന കുഞ്ഞികൃഷ്ണന്റെ ശരീരം ആകെ ചിന്ന ഭിന്നമായി കഴിഞ്ഞു. തലച്ചോറൊന്നും കാണാനേ ഇല്ലായിരുന്നു. അത് പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തോണ്ടായിരിക്കാം. നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? പരേതൻ ധരിച്ചിരുന്ന മുണ്ടും ഷർട്ടും കയ്യിലുണ്ടായിരുന്ന വാച്ചും പേഴ്സിലുണ്ടായിരുന്ന 90 രൂപ 75 പൈസയും ഒരു ജോഡി ഹവായി ചെരുപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൈപ്പറ്റാം. എന്നാലും എന്റെ ഗുരുവായൂരപ്പ, ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുമല്ലോണ്ടേ. ഒക്കെ സഹിക്കുക, സമാധാനിക്കുക, അല്ലാതിപ്പോ എന്താ ചെയ്യ. എന്നാലും എന്റെ കുഞ്ഞീഷ്ണ ഈ വിധി വന്നല്ലോ. ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. അച്ഛനും അമ്മയും ഒന്നും വിവരം അറിഞ്ഞിട്ടില്ല. ഭാഗ്യായി. എങ്കിൽ തൽക്കാലം അറിയിക്കണ്ട. അവരെ മാത്രമല്ല ആരെ അറിയിക്കണ്ട. ആളെ തന്നെ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം. താലികെട്ടും സന്ധ്യം കഴിഞ്ഞിട്ട് കാര്യം പുറത്തു വിട്ടാ മതി. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അമ്മാവാ, പോയവൻ ഏതായാലും പോയി. ഇനി എന്റെ കാശ് പോവാന്ന് പറഞ്ഞാൽ ഇക്കണ്ട കാര്യങ്ങൾക്കൊക്കെ ഉറുപ്പി എത്ര ചെലവായെന്ന വിചാരം. ചതിക്കല്ലേ എന്റെ ഉണ്ണിയെ. ഒന്ന് നിർത്തും അമ്മാവാ. സ്വന്തം കൂടെ പറപ്പ ചെതറി തെറിച്ച് പോയത്. അതൊന്ന് പെറുക്കി ജിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ വേണം ഈ കല്യാണം കച്ചേരിയൊക്കെ. മരിച്ചു എന്ന് കരുതിയ കുഞ്ഞികൃഷ്ണൻ തിരിച്ചെത്തി സിദ്ധവൈദ്യാശ്രമം തുടങ്ങുന്നതോടെ ഉണ്ണികൃഷ്ണന്റെ ക്ലിനിക്ക് പൂട്ടുന്നു. ഇത് നമ്മൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണല്ലേ? കുഞ്ഞുകൃഷ്ണൻ ജീവനോടെ തിരിച്ചു വന്ന കാര്യം അറിഞ്ഞില്ലേ? ഇല്ല. അതിന് ഇവൻ എവിടുന്ന് വൈദ്യം പഠിച്ചു? ആർക്കറിയാം. എല്ലാം പരിത്യജിച്ചു. ഗുരുവേ നമഃ. എങ്ങനെയോ ഗുരുസന്നിധിയിൽ എത്തിപ്പെട്ടു. ഗുരുവേ നമഃ. രോഗപീഠകളെ കുറിച്ച് അറിഞ്ഞു. ഗുരുവേ നമഃ. ആർത്തന്റെ കണ്ണീരൊപ്പാനാവട്ടെ ശിഷ്ടജന്മം എന്ന് നിശ്ചയിച്ചു. ഗുരുവേ നമഃ. അത്ര തന്നെ. ഗുരുവേ നമഃ. മാർഗേ, നിങ്ങളുടെ തട്ടിപ്പ് തരയുടെ ഒന്നും എന്റെ വീടിന് മുമ്പ് വെച്ച് വേണ്ട. ശംഖ് കൊലപടിയൊക്കെ എടുത്ത് അറിയിക്കൂ. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം. സ്വാമി, ഏതാണ് ഈ ഭ്രാന്ത? നിൽക്കവിടെ. ഓം ഹ്രീം ക്ലീം സ്വാഹാ 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 പഞ്ചസ്ഫടിക സംഘാശ്രേ. ഉണ്ണിയില്ലേ? ഉണ്ട് സാർ. ഉറങ്ങുക. വിളിക്കണോ? വേണ്ട, ആരും വരാണ്ടായി. പയ്യന്നൂരിൽ ഒരു ക്ലിനിക്കിൽ ജോലിക്ക് പോകാൻ തുനിഞ്ഞ ഉണ്ണികൃഷ്ണൻ ഡോക്ടറെ അച്ഛൻ വിടുന്നില്ല. വേറെ വഴിയില്ല അച്ഛാ. വലിയ പ്രാക്ടീസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. എന്നാലും തൽക്കാലം ഈ നാട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടാലോ എന്ന് കരുതിയ. എല്ലാം സ്വയം അങ്ങ് തീരുമാനിച്ചു. അത് എന്റെ വിശ്രമകാലത്ത് നീ ഒരു ഡോക്ടറായി ഇവിടെ വരുന്ന രോഗികളെയും ചികിത്സിച്ച് നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം തുടർന്നു പോകുമെന്ന് ഞാൻ മോഹിച്ചു. എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്. 32 കൊല്ലം ഉപ്പും ചോറും കൊടുത്തു വളർത്തി നിന്റെ ചേട്ടൻ എന്നെ ഒരു ശത്രുവായി കണ്ടി പടിയിറങ്ങി. നീ ഇപ്പോ വയസ്സായ ഞങ്ങളെ രണ്ടുപേരെയും വിട്ടു പോവായി. ഒന്നും ആലോചിക്കാഞ്ഞിട്ടല്ല അച്ഛാ. ഇനി എന്ത് വിശ്വസിച്ചാ ഞാൻ ഈ നാട്ടില്? നീ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. എങ്കിൽ എവിടെയും പോണ്ട. എനിക്കറിയാം നടന്നതൊക്കെ ചതിയാണ്. ഞാൻ വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണന്റെ തട്ടിപ്പ് കണ്ടെത്താൻ മാധവൻ വൈദ്യർ ഇറങ്ങുന്നു. താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ? ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണ മാതിരി ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താണെന്ന് പറഞ്ഞില്ല. അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല. വിശ്വാസമാണ് പ്രധാനം. പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം. ഇത് ഉമ്മത്തിൻ കായ അരച്ചു കലക്കിയതാണ്. എടാ ദ്രോഹി, ഇരിക്കാനാ പറഞ്ഞത്. ഇവിടെ എന്റെ നിയമമാണ്. മരുന്ന് കുടിക്കൂ. ഉമ്മത്തങ്കായ അരച്ച് കലക്കി കുടിച്ചാൽ ചത്തുപോകുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉമ്മത്തിൻകായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ. പക്ഷെ ഈ പ്രത്യേക വാതരോഗത്തിന് ഉമ്മത്തിൻകായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്ന പലർക്കും അറിയില്ല. ഓഹോ, എന്നാ തിരുമേനി ഇതിന്നൊരു കവളം കൊണ്ട് കുടിക്കുക. എന്നിട്ട് ഞാൻ കുടിച്ചോളാം. വാതരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോവും. താങ്കൾക്ക് വാതരോഗമുണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ. കഴിക്കൂ. കുഞ്ഞികൃഷ്ണന്റെ പണം കണ്ട് അമ്മാവൻ ശിവരാമൻ ഇന്ദുവിനെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നു. അതേടി, അത് മുടക്കി ദൈവമായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് മുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്കറിയില്ല, കോടിക്കണക്കിന് ആ കുഞ്ഞികൃഷ്ണന്റെ ആസ്തി. സ്വന്തമായിട്ട് ഒരു വിമാനം വാങ്ങാൻ പോകുന്നു. കേസില്ലാത്ത ആ പീറ ഡോക്ടറെ കെട്ടിയ ഇവക്ക് ഇത് വല്ലതും സ്വപ്നം കാണാൻ പറ്റുമോ? അപ്പോ സ്വന്തം മോൾ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് വലുത്? ഈ കാര്യത്തിലല്ല. ഇവള് പറയാണ്, അച്ഛാ എനിക്കൊരു ചുവന്ന പാവാട വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. കറുത്ത കരിവള വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും.
പക്ഷേ കാൽക്കാശിന് ഗതിയില്ലാത്ത ഒരുത്തരെ ഭർത്താവായി വേണമെന്ന് പറഞ്ഞാൽ ഞാനതിന് കൂട്ടു നിൽക്കില്ല. ഈ ശിവശങ്കരൻ നായർ ലോകം കണ്ടവനാ. ആ ശിവശങ്കരൻ നായരുടെ മകളെ കോടീശ്വരൻ കുഞ്ഞീഷൻ തന്നെ കെട്ടും, അല്ലെങ്കിൽ കെട്ടിക്കും. ആ ഭ്രാന്ത് അഭിനയിച്ച ഇന്ദു കുഞ്ഞികൃഷ്ണനെ ഉപദ്രവിച്ച് പണവും മറ്റും നശിപ്പിക്കുന്നു. ഇന്ദുവിന്റെ ചിത്രഭ്രമത്തെ ചികിത്സിക്കാൻ മറ്റൊരു ദിവ്യൻ വരുന്നു. ഓം ജഗദ്ഗുരു. ഓം ജഗദ്ഗുരു. ഈ ഫോട്ടോയിൽ കാണുന്നത് കാഷായ വസ്ത്രധാരിയായ ഞാൻ തന്നെയാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ദേവി മഹാമായേ, ഉണ്ണി പറഞ്ഞതനുസരിച്ച് ഭ്രാന്ത് അഭിനയിക്കുന്നവരെ പറഞ്ഞു. ഇതിനൊരു അവസാനം വേണ്ടേ? അത് നാളെയാണ്. ഞാനിവിടെ ഒരു ഹോമം നടത്തും. മറ്റു കാര്യങ്ങൾ വഴിയെ അറിയിച്ചോളാം. ഞാനിപ്പോൾ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവുകയാണ്. മയങ്ങിയും കിടന്നാൽ മതി. രാമം ദശരഥം വിദ്ധിമാം വിത്തി ജനകാത്മജാം. കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി ഉറങ്ങാൻ പോവുകയാണ്. കുട്ടി ഉറങ്ങാൻ എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഭഗവാൻ കൃഷ്ണന്റെ നാമധേയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു അല്ലേ? ഉണ്ണികൃഷ്ണനെ പറ്റിയ അവൻ വിചാരിച്ചാലേ ഈ ഭ്രാന്ത് ശമിക്കൂ. അവൻ നാട് വിട്ടുപോയി സ്വാമി. അവനെ ഈ നാട്ടിൽ നിന്ന് ഓട്ടിച്ചു എന്നുള്ളതല്ലേ സത്യം? സാരമില്ല, അവൻ വരും. ഞാൻ വരുത്തും. നാളെ ഇവിടെ ഒരു ഹോമകുണ്ടം പുകയണം. അതിൽ പൂജിക്കുന്ന ഭസ്മം ഉണ്ണികൃഷ്ണൻ രോഗിയുടെ മുഖത്തെറിയണം. എല്ലാം ശുഭമാകും. ദിവ്യന്റെ വേഷത്തിൽ ഉണ്ണികൃഷ്ണനെ സഹായിക്കാൻ വന്ന പോലീസ് ആൾമാറാട്ടക്കാരനും ചതിയനുമായ ചാക്കോയെ തിരിച്ചറിയുന്നതോടെ കുഞ്ഞികൃഷ്ണന്റെ പൂച്ചു പുറത്തു വരുന്നു. അതോടെ ഭ്രാന്ത് പിടിച്ച കുഞ്ഞികൃഷ്ണനെ മാധവ വൈദ്യർ തളയ്ക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. നടന്നിരുന്ന ഒരു പിടികിട്ടാ പുള്ളിയെ കൈയെത്തും ദൂരത്ത് കണ്ടുമുട്ടാനിടെ ഞാനൊരു പോലീസുകാരനാണേ. എടാ ചാക്കോ, മിസ്റ്റർ കുഞ്ഞീഷ്ണൻ, ഇതുപോലുള്ള ലോക ഫ്രോഡുകളെ കൂട്ടുപിടിച്ച് ആസ്പിരിനാദി ലേഖ്യവും ജലൂസിലാദി വടകവും ഉണ്ടാക്കി അത് നാട്ടുകാരുടെ വയറ്റിൽ പ്രയോഗിക്കരുത്. മനസ്സിലായോ? ഇവനെ ചൂടാറാതെ ലോക്കപ്പിലാക്കണം. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. കരിക്കൊണ്ടുവരാ. പണത്തിനു വേണ്ടി രക്തബന്ധമുള്ളവരെയും ഉറ്റ സ്നേഹിതന്മാരെയും തള്ളിപ്പറയാൻ ശ്രമിക്കുന്ന പുത്തൻ തലമുറയുടെ നേരെ വിരൽ ചൂണ്ടുന്ന ഈ ചിത്രം ഒരുക്കിയ മുഴുവൻ കലാകാരന്മാർക്കും 1000 നന്ദി. ഈ വിദ്യ അല്ലാതെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ മറ്റു വഴിയില്ല. കുറച്ചു ദിവസം ഈ ഭ്രാന്തഭിനയം, അത് കഴിഞ്ഞ് സാധാരണ ജീവിതം. അത്യാഗ്രഹങ്ങൾ മാറ്റിവെച്ച് വീട്ടുകാരെ അനുസരിച്ച് അവർ കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെയും കെട്ടി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതാണ് ഇനി ആരോഗ്യത്തിന് നല്ലത്.